വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, പ്ലേയിങ് വിത്ത് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. കോമ്പസും പ്രൊട്രാക്ടറും സ്കെയിലും പെൻസിലും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിത്രങ്ങൾ വരച്ചെടുക്കാം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ അടിപൊളിയായിട്ടൊരു ചിത്രം നമുക്ക് വരച്ച് പഠിക്കാനുണ്ട്. അതാണ് ഫോളിങ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സ്ക്വയേഴ്സ് ഇങ്ങനെ ഫോൾ ചെയ്യുന്ന പോലെയാണ് ചിത്രത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ വരയ്ക്കും? ആക്ച്വലി ഇത് പല രീതിയിൽ വരയ്ക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കുറച്ച് ഈസി ആയിട്ടും കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടും തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, താഴത്ത് കമന്റ് ആയിട്ട് പറയാട്ടോ. അപ്പൊ ഇവിടെ നോക്കിയാ മക്കളെ, ഇവിടെ 3 സ്ക്വയേഴ്സ് ഇങ്ങനെ വീഴുന്ന അല്ലെ, ഫോൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് പോലെ ഇങ്ങനെ കാണിച്ചിരിക്കുക. ഇത് നമുക്ക് വരയ്ക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എല്ലാം സ്ക്വയറുകളാണ് അല്ലെ. 4 സെന്റിമീറ്ററിന്റെ 3 സ്ക്വയറുകളാണ് ഇവിടെ ഉള്ളത്. സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 4 ആയിരിക്കും, ഇവിടെയും 4 ആയിരിക്കും. ഇനി ഇത് എങ്ങനെയാ വരയ്ക്കണ്ടേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ 4 സെന്റിമീറ്റർ അല്ലേ, അപ്പൊ ഇവിടെ ഇതും 4 സെന്റിമീറ്റർ അല്ലേ. അതായത് ഇത് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇതും 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 4, ഇവിടെ 4. അപ്പൊ ഈ ലൈന് മൊത്തം എത്രയായി? 4 + 4 + 4 12 സെന്റിമീറ്റർ. ഇനി നേരെ താഴേക്ക് വരാം. ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇതേപോലെ ഇത് 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ വരെയും 4 സെന്റിമീറ്റർ ആണ്. ഇനി ഇതും 4 ആയതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ലെങ്ത്തും 4 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും 4 സെന്റിമീറ്റർ. ഇവിടെ അതേപോലെ തന്നെ 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ചുരുക്കം പറഞ്ഞാൽ ഈ സൈഡും 12 ആണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇതും 4, ഇതും 4, ഇതും 4. അപ്പൊ ഇത് മൊത്തം എന്താണ്? 12 ആണ്. അപ്പൊ ഈ ഒരു ചിത്രം സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. 4 അല്ല, 12 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, 12 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കുന്നു. 12 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ വരയ്ക്കുന്നു. അതെങ്ങനെയാ വരയ്ക്കുക? ആദ്യം നമ്മൾ 12 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ 12 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. 4 4 4. ഇവിടെ അതേപോലെ തന്നെ 12 സെന്റിമീറ്റർ മുകളിലേക്ക് വരയ്ക്കുക. 4 4 4. ഇവിടെയും 4 4 4. ഇവിടെ അതേപോലെ തന്നെ 4 4 4. ഇനി സംഗതി വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചോളാം. ഇനി 2 സെക്കൻഡ് കൊണ്ട് നമ്മളുടെ ചിത്രം കംപ്ലീറ്റ് ആവും. ഇവിടുന്ന് 4 സെന്റിമീറ്റർ വരച്ചു, ഇവിടുന്ന് 4 സെന്റിമീറ്റർ വരച്ചു, അതേപോലെ താഴേക്കും 4 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. ഞാൻ വരച്ചത് നോക്കണ്ട, നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരച്ചാൽ മതി. ഇനി നമുക്ക് വരയ്ക്കാനൊന്നുമില്ല, ഇനി നമുക്ക് മായ്ച്ചു കളയാനേ ഉള്ളൂ. ഇനി മായ്ച്ചു കളയുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഓക്കേ, മായ്ച്ചു കളയേണ്ടത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളയാം. ഇനി ഇവിടെ ഇതുവരെ മായ്ച്ചു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെയും മായ്ക്കണം. ഇനി എന്ത് ചെയ്യണം? ദാ ഈ ഒരു ഭാഗവും മായ്ക്കണം. നമ്മുടെ ചിത്രമായി കണ്ടോ? അതായത് 12 സെന്റിമീറ്ററിന്റെ സ്ക്വയർ വരയ്ക്കുക, 4 സെന്റിമീറ്റർ ഈ ചേച്ചി വെച്ച് മാർക്ക് ചെയ്യുക, ഇതേപോലെ മായ്ച്ചു കളയുക, നമ്മുടെ ചിത്രമായി. അപ്പൊ ഇതേപോലെ ഒരു അടിപൊളി ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുകൂടി ഉണ്ട്. ഇതേ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൂടെ വരച്ചു നോക്കണം. സൂപ്പർ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചിത്രം വേറെ ഏതെങ്കിലും രീതിയിൽ സിമ്പിൾ ആയിട്ട് വരയ്ക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് താഴത്ത് കമന്റ് ആയിട്ടൂടെ പറയും.